ഞാനും ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ചാനൽ ഇപ്പൊ അടുത്തിടെ കാണാനിടയായി. നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും വലുതാകാൻ നിങ്ങൾ എന്താണ് ഇത്രയും വർക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് അറിയണം. ഞാനൊരു അഭിമുഖം ചെയ്യാനും അത്ര വലിയ ആളൊന്നും. നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നല്ല തൻ്റെ ഇടം വേണം. ഓക്കെ. നല്ല ധൈര്യം തൻ്റെ ഇടം വേണം. കാരണം വെച്ചാൽ അത് കുടുംബത്തിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും അതിന് പിന്നെ പല ആളും പല രീതിയിലും ആനയല്ലേ കുതിരയെന്നെല്ലാം പറയും. എല്ലാം നേരെയുള്ള തൻ്റെ ഇടം വേണം. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ വെറുതെ തുടങ്ങിയതാണ്, പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇങ്ങനെ ഒരു പൂതി കൊണ്ട് തുടങ്ങിയതാണ്. അന്നേരം ഞാനിങ്ങനെ നിരന്തരം ഫോണിട്ട് മറ്റേ പച്ചക്കറീൻ്റെ അതും ഇതെല്ലാം ഇട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ വൈറലായി. ഇപ്പം പിന്നെ ഫുൾ വൈറലായി. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം, വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ഷോർട്ട് വീഡിയോസ് ആയാലും വലിയ വീഡിയോസ് ആയാലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. എൻ്റെ 72,000 സബ്സ്ക്രൈബുള്ള ചാനൽ ഇപ്പോൾ ഒന്ന് സ്റ്റക്കായി കിടന്നിട്ടാണല്ല. അത് പോയതിൻ്റെ 3-ൻ്റെ അന്ന് തന്നെ ഞാൻ പുതിയ ചാനൽ തുടങ്ങി. അത് 8 ദിവസം കൊണ്ട് എനിക്ക് മോണിറ്റേഷൻ എല്ലാം ഓണായി വന്നതാണ്. അത് നിങ്ങളോട് പലരും പറയും ഷോർട്ട് വീഡിയോസ് 1 ഇടാവും 2 ഇടാവും, വലിയ വീഡിയോസ് ഇടാൻ പാടില്ല അങ്ങനെല്ലാം പറയും. അതൊന്നുമില്ല. നമ്മൾ പിന്നെ പുതിയ ചാനലിന് കുറച്ച് നിബന്ധനകൾ ഉണ്ടാവും. ആദ്യം ഒരു 2-3 ഇടുക, പിന്നെ സ്റ്റക്കാവും, പിന്നെ നമ്മൾ വീണ്ടും ഇടണം. അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം ഇടാണ്ട് നിൽക്കരുത്. അങ്ങനെ തന്നെയാണ് നമ്മള്. അറിയാം കുറെ നെഗറ്റീവ് കമന്റുകളാണ് നിങ്ങൾക്ക്. നെഗറ്റീവ് കമന്റ് ആണ് വരുക, എല്ലാവർക്കും വരും. എനിക്ക് ആദ്യമൊന്നും വരത്തില്ല. ആദ്യമൊക്കെല്ലാം തുടങ്ങിയ പാടെല്ലാവരും നല്ല എൻ്റെ പഴയ ചാനലിൻ്റെ അകത്ത് നോക്കിയാൽ എല്ലാവരും നല്ല കമന്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയില്ലാവുള്ളൂ. ഇപ്പൊ എനിക്ക് എന്നെ പറ്റി അങ്ങനെ പലരും പറഞ്ഞ് വീഡിയോസ് ഇടുന്നത് ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു, അതേ ഉള്ളൂ. അത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ പാടില്ല, ഹറാമാണ്, ഹലാലാണ്, ആനയാണ്, കുതിര എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ദീനപരമായിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ആരും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. സ്വർണം പണയം വെക്കുന്നു, ആധാരം പണയം വെക്കുന്നു, ജീൻസ് പാൻറ് ഇടുന്നു, വലിയ കത്തി മക്കള്, പിന്നെ അങ്ങനെ പലതും. പിന്നെ വണ്ടി അടവിനെടുക്കൽ ഏറ്റവും പലിശയിൽപ്പെട്ടതാണ് ഞങ്ങൾക്ക്. പലിശ ബാങ്കിൽ ഇട്ടിട്ട് പലിശ വാങ്ങുന്നു, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് റീൽസ് കളിക്കുമ്പോഴാണ് എൻ്റെ അതിന് നമ്മളൊരൊറ്റ കുട്ടീനെ വരവാക്കുന്നത്. നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നമ്മുടെ ലൈഫ് ഒന്നാണല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നതാണ് ആ ലൈഫിൽ നമുക്ക് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നൊരു നമുക്കൊരു വഴിയില്ല. ഇന്ന് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടേതായ ആഗ്രഹങ്ങൾ ചെയ്യാനുള്ള ഒരു വേദിയാണിത്. അത് ഞാൻ നിങ്ങൾ ആശംസിക്കുന്നു. ഇത്രയും നല്ല ഒരുപാട് 95 ആളും ആശംസിക്കുന്ന ഞാനും തുടങ്ങിയ ഒരു 6 മാസമായിട്ട്. പക്ഷെ എങ്കിൽ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം കൊണ്ടാണ് മാറ്റി വെക്കുന്നത്. ആൾക്കാർ അമ്മേ നമ്മളുടെ തീരെ ഗതിയും വഴിയും ഇല്ലാത്ത നമ്മളെ മക്കളെ എങ്ങനെയോ പോറ്റാൻ ഒരു വഴിയില്ല. ആരെങ്കിലും കുടുംബത്തിലുള്ള പൈസക്കാരോ നാട്ടിലുള്ള പൈസക്കാരോ നമ്മൾ അരികിൽ വന്ന് ചോദിക്കോ? ഇല്ല, ആരും ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഈ ഭർത്താവ് ഇല്ലാണ്ട് അല്ലെ രോഗത്തിൽ ഭർത്താവ് കിടന്ന നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കോ? ഇല്ല. നമ്മൾ അങ്ങോട്ട് പോയി അവരെ കാൽക്കൽ കെഞ്ചിയാൽ എന്തെങ്കിലും തരുമായിരിക്കും. പിന്നെ എന്തിന് നമ്മൾ പേടിക്കുന്നത്? നമ്മൾ പേടിക്കണം. മോശമായി നമ്മളങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മളെ ശരീരം കാണിച്ചിട്ടും പല അന്യരായിട്ട് നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ പേടിക്കണം. നമ്മളിത് നല്ല വേഷത്തിൽ അമ്മ എന്റെ റീൽസ് കാണുന്നില്ലേ, പേന്റിലും കുപ്പായത്തിലും റീൽസുകളാണ് ഞാനും കാണുന്നുണ്ട്. ഓരോരുത്തർ പറഞ്ഞു കേട്ട നിങ്ങളെ പറ്റിയിട്ട് ഞാനും മനസ്സിലാക്കിയതാണ്. ഇപ്പൊ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ നല്ല വ്യക്തിയാണ്. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, RK ബ്ലൗസ്, കൊച്ചുമക്കളും അച്ഛമ്മയും. ഒരു കഴിഞ്ഞ വലിയ വീഡിയോസ് അല്ല അത് പേര്. ഇവിടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ചാനൽ എങ്ങനെ പോകണം, എങ്ങനെ നോക്കണം? കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളാണ്. അപ്പോൾ ഓർക്ക് പിന്നെ അതിൻ്റെ താഴെ കമൻറ്റും വായിക്കലുണ്ട് ഓർ. അപ്പോൾ അത് കാണുന്നേരം ഓർക്കും ഇങ്ങനെ ഒരു ബേജാറ്, എനിക്കും അങ്ങനത്തെ കമൻറ്റ് വരുവോളി. അമ്മേ ജനങ്ങളെ നോക്കിയിട്ട് ഞമ്മക്കൊന്നും നടക്കാൻ ജീവിക്കാനാവില്ല. ഈ കേരളത്തിൽ ഫോൺ ഇറങ്ങിയ ഉടനെ എൻ്റെ കയ്യിലും ഫോണുള്ളൂ. ഏറ്റവും വലിയ പൈസക്കാരനെ ആണുങ്ങളെ കയ്യിലെ ഫോണുള്ളൂ. പിന്നെ ഫോൺ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ഏൽപ്പിക്കും, നിങ്ങളൊന്ന് ഇതാക്കണേ, പിന്നെ വിളിക്കണേ. അപ്പം അന്നേരം ഓളാരോ പ്രേമിക്കുന്നു, ഒരാളോ എന്ത് ഓരോ കയ്യിൽ ഫോണില്ല. അപ്പറഞ്ഞവര് അവരെ മക്കളെ കയ്യിലും അവരെ കയ്യിലും ഫോണ്, ഒളിച്ചോട്ടം, പ്രേമം ഒക്കെ വന്ന്. ഞാൻ കുറേ ഇതും നല്ല സ്വർണ്ണം, ഒരുപാട് സ്വർണ്ണങ്ങൾ ഇട്ട് നടക്കുന്നതാണ്, നല്ല നല്ല മിന്നുന്ന ഡ്രസ്സുകൾ. അന്നേരമൊന്നും മറ്റുള്ളവർ അങ്ങനെ ഇടൂല. ഒരിടത്ത് ഇല്ലേറ്റ്
അപ്പൊ അന്നേരം എല്ലാം ഇങ്ങനെ പറയലുണ്ട്. അപ്പൊ അതൊന്നും അമ്മയെ വില വെക്കരുത്. നമ്മളെ രീതിയിൽ ഞമ്മക്ക് എന്താണ് നമ്മൾ മോശമായൊന്നും അഴിഞ്ഞാടുന്നില്ലാലോ അല്ലേ? അതുകൊണ്ട് കമന്റ് വരുമ്പോ അത് താങ്ങാനുള്ള കരുത്ത് അമ്മക്ക് ഉണ്ടായിരിക്കണം. ഞാനും പൈസക്ക് വേണ്ടിയല്ല, നമ്മളൊന്നും അറിയപ്പെടുക ഇതുപോലെയുള്ള വേദികളിലല്ലേ നമ്മക്ക് എല്ലാവരും. അമ്മ എൻ്റെ തൊട്ട് തന്നെയാണ് അറിയപ്പെടും. ഞാൻ കൊണ്ട് പറഞ്ഞിട്ടില്ലേ മൂസപ്പാലത്തിലേക്ക് ഞാൻ പോന്നാന്ന്, ആ അമ്മയായി. ഈ അമ്മേനെ കാണാനാണ് ഞാൻ പോയത്. അമ്മേനെ പീടിയാണത്. നോക്കും വന്നാടില്ല. അടുത്ത ആരോ മരിച്ചത് കൊണ്ട് അമ്മ പീടിയ തുറന്നില്ല. അപ്പൊ ഞാള് മടങ്ങി വന്നാലും കണ്ടില്ല മൂസപ്പാലം പുഞ്ചപ്പാലം എന്നെല്ലാം പറഞ്ഞിട്ട് ആ അമ്മയാണ്. ഇത് നല്ലൊരു അമ്മയാണ്. അമ്മക്കും എൻ്റെ തൊട്ട് എന്നെ ഒന്നിങ്ങനെ വൈറലാണ്. അമ്മക്ക് നല്ല ഇഷ്ടമാണ് റീൽസ് എടുക്കാനും കളിക്കാനും എല്ലാവരും അറിയപ്പെടുവാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ധൈര്യം കിട്ടുവാനാണ് അമ്മ വന്നത്. മാത്രമല്ല ഒന്ന് പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കുറെ എന്നെ കൊണ്ട് കൈ നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മക്ക് ഒരു ചാനലുണ്ട്. ചാനലിന്റെ പേരെന്താ അമ്മ? RK ബ്ലോഗ്സ് കൊച്ചുമക്കളും അച്ഛമ്മയും. എനക്കത് പറയാൻ അറിഞ്ഞൂടാ അമ്മ, പലർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് ആ പേരൊന്ന് ഷോർട്ടാക്കിയിട്ട് ഒന്ന് ഇട്ടിട്ട് പറയുന്നത് നിങ്ങൾക്ക് തിരിഞ്ഞ് മക്കളെ എന്തെന്ന് RK ബ്ലോഗ്സ്. RK ബ്ലോഗ്സ് കൊച്ചുമക്കളും അച്ഛമ്മയും. കൊച്ചുമക്കളും അച്ഛമ്മയും. അമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയുടെ സബ്സ്ക്രൈബർ എല്ലാം എനിക്കും തരണം എന്നൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഓക്കെ ബൈ. പിന്നെ കാണാം. ഓക്കെ ബൈ.